മുജാഹിദുകൾ ബിദ്അഇകളാണ്. കാരണം എന്താ ബിദ്അഇ എന്ന് പറയാനുള്ള കാരണം? ഇവരതാ ഖുത്ബയുടെ ഭാഷ അത് മലയാളത്തിലാണ് കേട്ടോ. ഖുത്ബയുടെ ഭാഷ അത് മലയാളത്തിലാണ് എന്ന ഒരു വാദമാണ് നമ്മൾ ബിദ്അഇകളാണ് എന്ന് പറയാൻ ഉടുക്കാനും പുതക്കാനും ബിദ്അത്ത് കൊണ്ട് നടക്കുന്ന ഈ കക്ഷികൾ ആരോപിക്കുന്ന ആരോപണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇന്നത്തെ ഉച്ചയ്ക്ക് ളുഹുറിന്റെ സമയത്ത് വെള്ളിയാഴ്ചയിൽ പ്രത്യേകം നാം നിസ്കരിക്കുന്ന നിസ്കാരമാണ് ജുമുഅ നമസ്കാരം എന്ന് പറയുന്നത്. ആ ജുമുഅ നമസ്കാരം വെള്ളിയാഴ്ചയിൽ ഇന്ന് നാം ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഉള്ളതെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനതാണ്, സ്വഹാബത്ത് പഠിപ്പിച്ച ദീനതാണ്. കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, എന്താണ് മുജാഹിദുകളുടെ നേരെയുള്ള ആരോപണം? ഇവർ മലയാളത്തിൽ ഖുത്ബ നടത്തുന്നു. ഈ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് എങ്ങനെയാ ഖുത്ബ നിർവഹിച്ചത്? അൻ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു. ഇത് കേൾക്കുന്ന അതേ മലയാളത്തിൽ ഖുത്ബ നടത്തുന്ന ആളുകളായതുകൊണ്ട് സലഫികളായ മുജാഹിദുകളായ ആളുകൾ അവർ ബിദ്അത്തിന്റെ കക്ഷികളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരായ ആളുകളുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയാണ് സ്നേഹബുദ്ധിയ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എങ്ങനെയാ, അവിടുന്ന് എങ്ങനെയാണ് ഖുത്ബ നിർവഹിച്ചത്? ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. കാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രണ്ട് ഖുത്ബയാണ് നിർവഹിച്ചിരുന്നത്. ഖുത്ബതാനി രണ്ട് ഖുത്ബയാണ് അവിടുന്ന് നിർവഹിച്ചിരുന്നത്. യജ്ലിസു ബൈനഹുമാ, ആ രണ്ട് ഖുത്ബകൾക്കിടയിൽ അവിടുന്ന് ഇരിക്കുമായിരുന്നു. യഖറഉൽ ഖുർആൻ, അവിടുന്ന് ഖുർആൻ ഓതുമായിരുന്നു. വയുദക്കിറുൻ നാസ്, ആ ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബുകാരാണെന്ന് അതേ വാദമുള്ള അതിന്റെ വക്താക്കളാണെന്ന് പറയുന്നവരെ ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ് യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ് എന്ന് പറഞ്ഞാൽ? ഖുർആൻ ഓതിക്കൊണ്ട് ആളുകളെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എന്ന്. എന്തുകൊണ്ടാ പറഞ്ഞത്? ഫീഹി ദലീലുൻ ലിശാഫി ഫീ അന്നഹു യുശ്തറതു ഫിൽ ഖുത്ബത്തി അൽ വഅദ് വൽ ഖുർആൻ. അതെ, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കും എന്ന് പറഞ്ഞതിൽ ഖുത്ബയിൽ വഅലും ഖുർആൻ പാരായണവും ശർത്താക്കപ്പെടും എന്നതിന് ഷാഫി ഇമാമിനതിൽ തെളിവുണ്ട്. അപ്പൊ ഖുർആൻ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിക്കുകയായിരുന്നു അവിടുത്തെ ജനങ്ങളെ. അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാകുന്ന സംസാര ഭാഷ അറബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ആ ഖുത്ബയിലൂടെയായിരുന്നു. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരു സഹാബി അങ്ങ് കയറി വരികയാ. അവിടുന്ന് തഹയ്യത്ത് നമസ്കരിക്കാതെ അവിടെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറയുകയാണ്, എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കൂ, എന്നിട്ടിരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ആ സ്വഹാബിയോട് പറയുകയാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഷാഫി മദ്ഹബുകാരനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഅന്ന ലിൽ ഖതീബി അൻ യഅ്മുറ ഫീ ഖുത്ബതിഹി വയൻഹാ വയുബയ്യിന അൽ അഹ്കാം അൽ മുഹ്താജ ഇലൈഹാ. ഖതീബിന് തന്റെ ഖുത്ബയിൽ ആവശ്യമായ കാര്യങ്ങൾ കൽപ്പിക്കലും അതുപോലെ തന്നെ വിരോധിക്കലും ആവശ്യമായ വിധിവിലക്കുകൾ വിശദീകരിച്ചു കൊടുക്കലും അനുവദനീയമാണ്. ഇതൊക്കെ ഷാഫി മദ്ഹബാ പറയേണ്ടത് കണ്ടോ. അപ്പൊ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാ ഖുത്ബ നിർവഹിക്കേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, ഷാഫി മദ്ഹബിൽ പറയുന്നുണ്ട് വയുശ്തറതു കൗനുഹാ അറബിയ. അതെ, ആ ഖുത്ബ അറബിയാകൽ അത് ഷർത്താക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെയുള്ള ആളുകൾ പറയാറുള്ളത്. അതിനെ വിശദീകരിച്ചും ഷാഫി മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. എന്തുകൊണ്ടാ വയുശ്തറതു കൗനുഹാ അത് ഷർത്താക്കപ്പെടും അറബിയാകൽ എന്ന്? ഏത് കാര്യത്തെ കുറിച്ചാ പറഞ്ഞത്? ഐ അൽ അർകാനു ദൂന മാ അദാഹാ. ഖുത്ബയിലെ ഫർളുകൾ അഥവാ റുക്നുകൾ, അതിന്റെ ഫർളുകൾ മറ്റുള്ളവയല്ല.
അറബിയിലായിരിക്കൽ ഷർത്താക്കപ്പെടുമെന്ന് പറഞ്ഞത്. അവിടെ പ്രിയമുള്ളവരെ, ഹംദും സലാത്തും അതുപോലെ തന്നെ തഖ്വ കൊണ്ടുള്ള വസിയത്തും അതൊക്കെ അറബിയാകണമെന്ന, അതൊക്കെ മുജാഹിദുകൾ അറബിയിൽ തന്നെ നടത്തല്. നിങ്ങൾ മുജാഹിദുകളെ പള്ളിക്ക് വന്ന് നോക്കി, അല്ല തുടക്കം മുതൽ അവസാനം വരെ മലയാളത്തിലല്ല. അതിന്റെ അർക്കാനുകളൊക്കെ അറബിയിലാ മുജാഹിദുകൾ നടത്തുന്നത്. ഇതിന്റെ കാര്യങ്ങൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇത് പറഞ്ഞു കൊടുക്കുക. ഇത് ഷാഫി മദ്ഹബാ പറഞ്ഞത്. ഷാഫി മദ്ഹബിലും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്, ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ, ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ. ഇനിയോ ഇവിടെയുള്ള മുഴുവൻ സമസ്തയുടെ പള്ളികൾ, അത് APEK സംസ്ഥാനം ആരുമാകട്ടെ, അവരുടെ പള്ളികളിൽ നടത്തുന്ന ഖുത്ബ ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബയാണോ? ആണോ? ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറഞ്ഞ ഈജിപ്തുകാരൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഖുത്ബകൾ എഴുതിയുണ്ടാക്കി, അത് ക്രോഡീകരിച്ചു. അതല്ലേ നിങ്ങൾ വായിക്കുന്നത്? നിങ്ങൾ ഖുത്ബ ഓതുകയാണ്, ഞങ്ങൾ ആളുകൾക്ക് ഉപദേശം നൽകുകയാണ്. കണ്ടോ? അപ്പൊ അത് ബിദ്അത്തല്ല. ഷാഫി മദ്ഹബ് പോലും പറഞ്ഞിട്ടുള്ളത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകാം, അത് വഅലാണ്, ഉപദേശമാണ്, ആളുകൾക്ക് ഉപദേശമാണ് എന്നാണ്. അതുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് കാലങ്ങളെ പള്ളിയിൽ വന്നാലും ഒരു ഹർഫ് പഠിക്കാൻ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് കഴിയില്ല. മുജാഹിദുകളുടെ പള്ളിയിൽ ഒരാഴ്ച വന്നാൽ മതി, എന്തെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ കഴിയും, അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു 10-20 വർഷക്കാലത്തോളം നിങ്ങളുടെ മെമ്പറിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് മതത്തിന്റെ അറിവാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നൽകാൻ കഴിയുക? അതുകൊണ്ട് നിങ്ങളുടെ ശാഠ്യം ഒഴിവാക്കി, നിങ്ങൾ ഷാഫി മദ്ഹബുകാരാണല്ലോ എന്നാണല്ലോ പറയുന്നത്, നിങ്ങൾ ആ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഖുത്ബ നടത്തേ. അത് ബിദ്അത്തല്ല. അതിന്റെ പേരിലാണ് ഞങ്ങൾ ബിദ്അത്തുകാർ എന്ന് പറയുന്നത് എങ്കിൽ